ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടും പിന്തുണയൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ അങ്ങോട്ട് കാണിക്കുക. അപ്പോൾ വേറൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്നും ഒരു സ്ഥലത്തിരുന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ വമ്പം ബോറായിരിക്കും. എന്താ പറയുക, പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മളതിൽ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ്. ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നം. പക്ഷേ ഇപ്പം ഞാൻ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആൾ കൂടുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കോൺഫിഡൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ആദ്യം ആ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് സ്വന്തം റൂമിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സ്വയം കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് പബ്ലിക് ആക്കണം, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അതവിടെ കിടന്നോട്ടെ, അത് നിങ്ങൾക്ക് വീണ്ടും കാണാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്രൊഫഷണലായിട്ട് പറയുന്ന കാര്യമല്ല, എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. കോൺഫിഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ്റാണ് കേട്ടോ. നമുക്കറിയാം, അപ്പോൾ കണ്ടൻറ്റ് ദാരിദ്ര്യം ഭയങ്കരമായിട്ട് അനുഭവിച്ചിരിക്കുന്ന സമയമാണ്. പലരും പല രീതിയിൽ കണ്ടൻറ്റ് വീഡിയോയ്ക്ക് വേണ്ടി, റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ മോശമായ കണ്ടൻറ്റുകൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് നമ്മൾ കണ്ടൻറ്റ് ആക്കുക. അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. നമുക്കറിയാം, നമുക്ക് കുറച്ചൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസിന് നമുക്ക് ഏത് രീതിയിലുള്ളവരാണെന്ന് മനസ്സിലാവുക. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എന്തായാലും ആ കണ്ടൻറ്റുകൾ നല്ല രീതിക്കുള്ള കണ്ടൻറ്റുകൾ കേട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ടൻറ്റ് ഇല്ല, നമ്മൾ തടി വഴുതെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ റീച്ച് ആവില്ല. അപ്പോൾ കണ്ടൻറ്റ് എന്തായാലും, കോൺഫിഡൻസ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടോ 3 വട്ടമൊക്കെ ആയിട്ട് വീഡിയോസും ഷോർട്ടൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ എന്താ പറയുക, യൂട്യൂബ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടോ, നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു സ്റ്റിക്ക്, അതായത് ചെറിയ ട്രൈപോഡ് പോലെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് നെസസറി ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 2 ട്യൂബ് കെട്ടി വെച്ചിട്ടായിരുന്നു. ഈ അടുത്താണ് ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുള്ളത്. അതും റിംഗ് ലൈറ്റ് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ് കേട്ടോ. ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. ഇതിൻ്റെ കാലമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ എന്താ പറയുക, സ്ക്രൂ ഒക്കെ എന്തായിട്ടുണ്ട്, ലൂസാക്കിയിട്ടുണ്ട്. ലൂസാണ്. ഇത് കണ്ടോ, ആടി കളിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അറിയാത്തവരൊന്നും അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. നമുക്ക് മാറ്റി കൊടുക്കാം. കളറ് യെല്ലോയിഷ് ആക്കണമെങ്കിൽ യെല്ലോയിഷ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കളറ് മാറി. ഇനി വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് കളറാക്കി കൊടുക്കാം. തൽക്കാലം ഞാൻ കൂടുതലായിട്ട് റിംഗ് ലൈറ്റ് ഫോക്കസ് ചെയ്ത് വേറൊന്നുമല്ല. എൻ്റെത് യൂട്യൂബ് മാത്രമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങി. നമ്മൾ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളത് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങിച്ചോളണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ സെറ്റപ്പുകളൊക്കെ ലൈറ്റിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. എന്താ പറയുക, അതുപോലെ തന്നെ നമുക്ക് റിംഗ് ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെളിച്ചം, ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ഒരു സാധനമാണ് മൈക്ക് അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിജിടെക്കിൻ്റെ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു വയേർഡ് മൈക്കായിരുന്നു യൂസ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മൈക്കിലൂടെയാണ്. ഇനി ഞാനതൊന്ന് ഓഫ് ചെയ്യാം. ഹായ്, ഹലോ, ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ.
ഇപ്പോൾ വീണ്ടും നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ മൈക്കിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഡിജി ടെക്കിൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോയയുടെ ഒരു വയേർഡ് മൈക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണിന് എന്താ പറയുക, നമുക്ക് ഇത് കുത്താനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഞാൻ മൈക്കില്ലാണ്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്താണ് നമ്മുടെ ഈ ഒരു ഡിജി ടെക്കിൻ്റെ മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ടും ലോങ്ങും ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് വാങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ആഡുകൾ ഷൂട്ട് വരുമ്പോൾ നമ്മൾ ക്യാമറ, അതായത് ഫോണിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് ക്ലിയറും ഇല്ല, പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്യാച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ പെയ്ഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ചൊരു ക്വാളിറ്റി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് ഞാൻ ഈ ഒരു ഡിജി ടെക്കിൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര വലിയ മൈക്കൊന്നും വാങ്ങിക്കണം എന്നില്ല, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു മൈക്ക് കഴിയുന്നത് വാങ്ങിക്കാൻ നോക്കുക, അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. അത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടായിരുന്നു ഞാൻ പറയേണ്ടത്, വിട്ടുപോയതാണ്, വേറൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. ക്യാമറ ഉള്ളവരാണെങ്കിൽ ബെറ്ററാണ്, ക്യാമറയാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. പക്ഷേ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ S21+ ആണ് കേട്ടോ. സാംസങ്ങിൻ്റെ S21 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലിയർ ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേ പോയിട്ടും ഈ ഫോണിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിയൽമി ആയിരുന്നു കേട്ടോ. റിയൽമി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് തുടക്കത്തിൽ. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്ത ഫോണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒരിക്കലും പോയിട്ട് ക്യാമറയും കാര്യങ്ങളൊന്നും വാങ്ങിക്കരുത്, അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കുന്നവരുണ്ട് വീഡിയോ തുടങ്ങാനായിട്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ റീച്ച് ആവാതിരുന്നാൽ അത് അട്ടർ ഫ്ലോപ്പായി പോകും. കാരണം നമ്മൾ റീച്ച് ആവുന്നുമില്ല, ഇത്രയും എമൗണ്ട് കൊടുത്ത് നല്ലൊരു സാധനം വാങ്ങുകയും ചെയ്തു എന്നുള്ളൊരു അബദ്ധം തോന്നരുത്. അപ്പോൾ ആദ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ വെച്ച് എടുത്ത് നോക്കിയതിന് ശേഷം നമ്മൾ ക്ലിക്കായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, അതായത് ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് കേട്ടോ. ട്രൈപോഡ് എന്ന് പറയുന്നത്, കാരണം നമ്മൾ റൂമിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ, ഇങ്ങനെ പുറത്തല്ലാണ്ട് റൂമിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിരിക്കും. അത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കുക. ഞാൻ അങ്ങനെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ട് വട്ടം മേടിക്കേണ്ടി വന്നു, കാരണം പെട്ടെന്ന് ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന്. ക്ലിപ്പ് ചെയ്യുന്ന സാധനം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഒരു വട്ടം ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടി തെറിച്ച്, അതായത് ക്ലിപ്പ് ചെയ്യുന്നത് തെറിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രൈപോഡ്, മിനി ട്രൈപോഡെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കുക. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് വലിയ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന 3 സാധനങ്ങളുണ്ട്, അതായത് നമ്മുടെ എന്താ പറയുക, ട്രൈപോഡ് പോലെയുള്ള 3 സാധനങ്ങൾ. ഒന്ന് റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റിന് ഓൾറെഡി ലൈറ്റും വരുന്നുണ്ട്, ആ സ്റ്റാൻഡും കൂടെ വരുന്നതുകൊണ്ട് റൂമൊന്നൊക്കെയാണ്, അത് ഉള്ളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ സുഖമാണ്. പിന്നെ ഒന്നൊരു മോണോപോഡാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ, അതായത് ഒരു കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ മൈക്ക് വാങ്ങിയപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള എന്താ വെച്ചാൽ, ഞാൻ സാധാരണ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ആ ഒരു റിസീവർ കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കാൻ വയ്യ. അപ്പോൾ അതിന് പകരം തൽക്കാലം ജസ്റ്റ് ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു മിനി ട്രൈപോഡും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിനി ട്രൈപോഡ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് ഇതാണ്ടോ, നമുക്കിങ്ങനെ ഇങ്ങനെ വെക്കാം. ജസ്റ്റ് നമുക്ക് മൂവി കാണാനൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പിടിക്കാം. അതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. കാര്യമായിട്ട് ഞാൻ ഇതിനാണ് വാങ്ങിച്ചത്. നമുക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ചൊന്ന്, അതായത് ഇളകാതെ ഷേക്ക് ആവാതെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ സാധനം. ഇത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 120 അങ്ങനെ ഇങ്ങാണ്ടേ റേറ്റ് ഉള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ജസ്റ്റ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. പിന്നെ ഇവനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മോണോപോഡ് കേട്ടോ. അതായത് ഈ 3 ക്ലിപ്പും നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് വലുതാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നത് സ്വിച്ച് ഇവിടെയുണ്ട്. ഇത് പ്ലസും മൈനസും, അതായത് ഓൺ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിത് പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്രത്തോളം ലെങ്ത്തിൽ പോകുന്നുണ്ട്, എത്ര രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഈ ഒരു മോണോപോഡിൻ്റെ ഇവിടെ എന്തുണ്ട്, സ്ക്രൂ ഉണ്ട് കേട്ടോ. നമുക്കിത് ലൂസാക്കിയിട്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വേണ്ടത്, നമ്മളിങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാനൊക്കെ പറ്റും.
അപ്പം ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കേട്ടോ, അതായത് 3 ക്ലിപ്പും ഞാൻ നിർത്തിയിട്ടില്ല. ആ ഒരു ലെങ്ത്തിലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. എത്ര കിട്ടുന്നുണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റത്തെ ഒന്ന് നൂർത്തി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ നൂർത്തിയപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഹോൾഡ് ചെയ്യാൻ പ്രയാസമാണ് ഗൈസ്. രണ്ടാമത്തത് നീട്ടുകയാണ്. രണ്ടാമത്തത് നീട്ടിയപ്പോൾ ഇത്രയും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ നീട്ടാൻ പോവുകയാണ്. ഇത്രയും ലെങ്ത്തിൽ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഈ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ എന്നെ കാണുന്നുണ്ടാവും അല്ലേ. അതായത് ഇത്രയും ലെങ്ത്തിൽ ഈ സാധനം നമുക്ക് കിട്ടും. ഇത് ഹോൾഡ് ചെയ്യാനുള്ളൊരു പ്രയാസമേ ഉള്ളൂ, കാരണം കൈ ഭയങ്കര ബലം ഉള്ള പോലെ തോന്നും. അപ്പോൾ ഇത്രയും ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ്ങിലുള്ള ആളാണെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കോൺഫിഡൻസോടുകൂടി നമ്മളെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.